ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും അനന്തമായ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടത് ശത്രുവായ പിശാചിനെക്കുറിച്ചാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ശവക്കല്ലറയിൽ നിന്ന്, മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന പിശാച് ബാധിതർ. അവർ സ്വയം മുറിവേൽപ്പിച്ചിരുന്നു, ആട്ടുകസിച്ചിരുന്നു. അവരെ ചങ്ങലയ്ക്കിടുവാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു, ഒതുക്കി നിർത്തുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അവരെ കൈ ചങ്ങലകൾ അവർ പൊട്ടിച്ചു കളഞ്ഞിരുന്നു, കാൽ ചങ്ങലകൾ അവർ തകർത്ത് കളഞ്ഞിരുന്നു. അവർ സഞ്ചരിക്കുന്ന വഴിയെ ആർക്കും സഞ്ചരിക്കാൻ സാധ്യമായിരുന്നില്ല. അവർ അപകടകാരികളായിരുന്നു. അവസാനം അവർ പന്നികളിൽ പ്രവേശിച്ച് കിഴക്കാൻ തൂക്കായ ചെരുവിലൂടെ, പ്രദേശത്തൂടെ അവർ അമിതവേഗത്തിലൂടി കടലിൽ ചെന്ന് മുങ്ങിച്ചെത്തു. ഇന്ന് നമ്മൾ കാണുന്നത് ശത്രുവിനെ കുറിച്ച് തന്നെയാണ്. സങ്കീർത്തനം 143:3 ഇങ്ങനെ പറയുന്നു: ശത്രു എന്നെ പിന്തുടരുന്നു, അവർ എൻ്റെ ജീവനെ നശിപ്പിച്ചു കളയുന്നു, നിലത്ത് അടിച്ച് തകർത്ത് കളയുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നത് ഇപ്രകാരമാണ്: അവർ പണ്ടേ ഞാൻ മരിച്ചവനെ പോലെ അവർ എന്നെ ഇരുളിൽ തള്ളി. തിന്മയുടെ ചില പ്രവൃത്തിയെക്കുറിച്ച്, ശത്രുവിൻ്റെ ചില പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സങ്കീർത്തനം 143:6 പറയുന്നത് എങ്ങനെയാണ്? ദൈവമേ, അങ്ങയുടെ മുൻപിൽ എൻ്റെ കരം ഞാൻ വിരിക്കുന്നു, ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അത് അങ്ങയുടെ മുൻപിലാണ് എൻ്റെ കരം ഞാൻ വിരിക്കുന്നത്. ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 143:8 നമ്മളിങ്ങനെ കാണുന്നുണ്ട്: പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി ഞാൻ കേൾക്കട്ടെ. ഞാൻ അങ്ങയിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി അങ്ങെന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. വീണ്ടും സങ്കീർത്തകൻ 143:12 ഇങ്ങനെ കാണുന്നുണ്ട്: ദൈവമേ, അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ. കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ, എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. അതേ, ശത്രു നമ്മളിൽ പിടിമുറുക്കാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ കരങ്ങൾ വിരിക്കുക. ഉണങ്ങി വരേണ്ട നിലമെന്നതുപോലെ കർത്താവിനെ ദാഹിക്കുക. അവൻ്റെ കാരുണ്യപ്രവൃത്തി കേൾക്കുവാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കുക. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. അവൻ നമ്മളെ നടക്കേണ്ട വഴി പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുക. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കരം ഒന്ന് ഉയർത്തി ദൈവത്തിൻ്റെ കരങ്ങൾ വിരിച്ച് ഉണങ്ങി വരേണ്ട നിലമെന്നതുപോലെ കർത്താവിൻ്റെ ആത്മാവിനായി നമുക്ക് ദാഹിക്കാം. ദൈവമേ, ഞങ്ങളുടെ ശത്രുക്കളെ അവിടുന്ന് വിച്ഛേദിക്കണമേ. ഞങ്ങളുടെ വൈരികളെ അവിടുന്ന് നശിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ നിൻ്റെ കാരുണ്യവും കൃപയും സമൃദ്ധമായി ഒഴുകണമേ. നല്ലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട്
അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്ക വിധം ഞങ്ങൾ യോഗ്യരാക്കി മാറ്റണമേ. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും എല്ലാം നീ ഏറ്റെടുക്കണമേ. ഞങ്ങളെ വിശദീകരിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി വായ്ക്കകത്ത് പൊട്ടുകയും പുണ്ണുപോലെയും ചില ദശ പോലെയൊക്കെ നിൽക്കുന്ന ചില വ്യക്തികളെ ഇപ്പോൾ കാണുന്നു. മോണയ്ക്ക് പഴുപ്പും നീരും വായിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന രോഗങ്ങളുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, നീ അവരൊന്ന് തൊടയണമേ. ദൈവമേ, നീ ആ മക്കളെ ഒന്ന് തൊടയണമേ. അവർ വായിലുള്ള എല്ലാ രോഗാണുക്കളെയും നീ നിർവീര്യമാക്കണമേ. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ നീ സുഖപ്പെടുത്തണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാവിനെയും നീ അവിടുന്ന് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.